ഞാൻ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് പൂരത്തിൻ്റെ അന്ന് രാവിലെ ഞാനും അമ്മമ്മയും കൂടെ കള്ളിപ്പൂ പൊട്ടിക്കാൻ പോവും അടുത്ത വീട്ടിലേക്ക്. കള്ളിമരം കുലുക്കിയിട്ടും തോട്ടി കൊണ്ട് പൊട്ടിച്ചിട്ടും ഒരുപാട് കള്ളിപ്പൂകൾ ഉണ്ടാക്കും. നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന വഴിപാട് തിരക്ക് മാല കെട്ടാനാണ് കേട്ടോ ഈ കള്ളിപ്പൂവ്. പൂതനും തിരയും കെട്ടുന്നത് വീട്ടിലുള്ളവർ തന്നെ ആയിരുന്നു. പിന്നീട് അത് മാറ്റം വന്നിട്ട് പുറത്തുള്ളവരായി. പൂരത്തിൻ്റെ തലേദിവസം തന്നെ പറയൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവും കേട്ടോ. പിന്നീട് അതിൽ കുട്ടിക്കളിയാണ് ഞാനടങ്ങുന്ന കുട്ടിപ്പട്ടാളങ്ങൾ. പിന്നെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്നുള്ള വഴിപാട് തറ ഇല്ലാതെയായി. കുറച്ച് വർഷങ്ങൾ പിന്നിട്ടപ്പോൾ അമ്മമ്മയും ഇല്ലാതെയായി. പക്ഷേ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ തിറ വഴിപാട് വളരെ ഭംഗിയായി ഇന്നും നടത്തുന്നുണ്ട് കേട്ടോ. കള്ളിപ്പൂമാലയ്ക്ക് പകരം ചെണ്ടുമല്ലിമാലയാണ് ഇന്ന് തിറ കിട്ടുന്നവർ കഴുത്തിലണിയുന്നത്. വിരട്ടാനത്ത് ഭഗവതിയുടെ 11 ദേശം അടങ്ങുന്ന 6ാം കളം കുട്ടിപ്പാറക്കൽ പൂരത്തിൻ്റെ ഒരു ദേശമാണ് കേട്ടോ നമ്മുടെ. ആനയും പഞ്ചവാദ്യവും ഒപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള തെരയും പൂതനും കൂടിയാണ് ആറ്റുപുറം മുല്ലയ്ക്കൽ ദേശത്തിൻ്റെ പൂരം പുറപ്പെടുന്നത്. പുഴ കടന്നെത്തിയ ഭഗവതിമാരിൽ ഏറ്റവും പ്രായം കൂടിയ ഭഗവതി മുല്ലത്തറയിലിരുന്നു എന്നും അനിയത്തിയായ ഭഗവതി വിരട്ടാണത്തേക്ക് പോയി എന്നതുമാണ് സങ്കല്പം. പോകുന്ന വഴിക്ക് വിശ്രമിക്കാനിരുന്നതാണത്രേ കുട്ടിപ്പാറ. വിരട്ടാണത്ത് ചെന്ന് തൊഴുതു കുമ്പിട്ടാണ് നമ്മുടെ തറയും പൂതനും തിരിച്ചു വീട്ടിലേക്ക് എത്തുന്നത്.